വിളിച്ച മുദ്രാവാക്യമുണ്ട്, മതമല്ല 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 പ്രശ്നം, ഒരു ഞാൻ വായതിന്റെ വിശപ്പാണ് പ്രശ്നം എന്ന് പറഞ്ഞ സംഘടന. അതിനും പല കച്ചവടക്കാരായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുന്നു അറിയണം. എന്ത് ചെയ്തിട്ട് എനിക്ക് സിമെന്റ് വാങ്ങിച്ചിട്ട് നമ്മുടെ മെമ്പർ സിമെന്റ് കച്ചവടക്കാരനെ അയാൾ വാങ്ങിക്കണം, അതല്ല ഇലക്ട്രിക്കൽ പ്ലംബിംഗ് അത്ര എല്ലാം ആയിട്ടുകൊണ്ടിട്ട് പെരിയാറിൽ പോയി വാങ്ങിക്കണം. ആ നിലയ്ക്ക് നമ്മുടെ പരസ്പരമുള്ള ആ ഒരു കൂട്ടായ്മയാണ് സംഘടനകളുടെ ഏറ്റവും വലിയ ഗുണം. അത് നമ്മൾ പ്രാവർത്തികമാക്കണം. എല്ലാവർക്കും നമസ്കാരം. ഈ സംഘടനയെ ചിരഞ്ജീവമാക്കുക ആ കൺസെപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുക. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അറിയാം. കച്ചവടക്കാരെ വെറുതെ ഒരു മീറ്റിംഗ് അല്ല വ്യാപാര വ്യവസായ സംഘം വിളിച്ചു ചേർക്കുന്നത്. അതിന് ഒരുപാട് ഉദ്ദേശലക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ പരിവാർ സംഘടനകളെല്ലാം കൂടി ചേർന്ന് നടത്തുന്ന പല കാര്യങ്ങളുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് BVS സംഘപരിവാറിൽപ്പെടുന്ന ഒരു സംഘടന. നമുക്ക് ലക്ഷ്യമുണ്ട്, രാഷ്ട്രത്തിന്റെ പരമായി പോകും. അതിലേക്കൊക്കെ എത്താൻ വ്യാപാര വ്യവസായികളുടെ റോളുണ്ട്. അത് പൂർത്തീകരിക്കാനുള്ള സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഈ താലൂക്ക് സമ്മേളനമൊക്കെ. അതുപോലെ തന്നെ നമ്മള് പറഞ്ഞു, സമൂഹത്തിലെ ഈ കച്ചവടമൊക്കെ ചില പ്രത്യേക ആളുകളുടെ കയ്യിലൊക്കെ പോയിരിക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അപ്പൊ അതൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ശക്തമായിട്ട് നമ്മൾ സംഘടനയാണെന്നും ശക്തമാണെന്നും കാണിച്ചിട്ട് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുണ്ട്, ഭാരതീയ മൂല്യങ്ങൾ. അതിൽ നിന്നുകൊണ്ട് കച്ചവടം ചെയ്യുന്നവരായിട്ട് മാറാൻ നമുക്ക് കഴിയണം. നമുക്കറിയാം ഇപ്പോൾ രാജ്യത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളും. ഇവിടെ നമുക്ക് ഭരിക്കുന്ന സംഘടനയെ കുറിച്ച് പറയാം. പണ്ടാ സംഘടന വിളിച്ച മുദ്രാവാക്യമുണ്ട്, മതമല്ല 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 പ്രശ്നം, ഒരു ഞാൻ വായതിന്റെ വിശപ്പാണ് പ്രശ്നം എന്ന് പറഞ്ഞ സംഘടന. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, മധുരയിലെ സംഘടന മതമായി മാറി. ഈ സംഘടനയാണ് ഈ കേരളത്തിന്റെ എല്ലാ രീതിയിലുള്ള നാശങ്ങളിലേക്ക് നയിച്ച സംഘടന. അവരുടെ ട്രേഡ് യൂണിയൻ, ഒരു കടക്കാരൻ ഒരു കട തുടങ്ങുമ്പോൾ അവിടെ ലോഡിംഗ് പ്രശ്നം, അല്ലെങ്കിൽ ഒരു വലിയ ഷോറൂമുകൾ, അവിടെ കഴിഞ്ഞ ദിവസം കണ്ടില്ല ഒരു വലിയ ഷോപ്പ്, അവര് എന്തെല്ലാം രീതിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടും സംസാരിച്ചിട്ടും റേറ്റ് പറഞ്ഞിട്ടും അവരത് തുറക്കാൻ സമ്മതിക്കാത്ത അവസ്ഥ ലാസ്റ്റ് അയാൾ കട കൂട്ടേണ്ടി വന്നു. അപ്പൊ ആ നിലയ്ക്കുള്ള ഒരു മൂല്യച്യുതിയിലേക്കും കേരളത്തിന്റെ ആകമാനമുള്ള തകർച്ചയ്ക്കും കാരണമായ ഒരു ഭരണകൂടമാണ് കേരളത്തിലുള്ളത്. ഈ സാഹചര്യത്തിലൊക്കെയാണ് നമ്മുടെ സംഘടനയുടെ പ്രാധാന്യം. നമ്മുടെ സംഘടനയ്ക്ക് മൂല്യങ്ങളുണ്ട്. ആ മൂല്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുക. ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ ആ രീതിയിലായിരിക്കും ഹാൻഡിൽ ചെയ്യുക. അപ്പൊ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ന്യായമായ രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ സംഘടനയിലുള്ളത്. അപ്പൊ നമ്മുടെ മുന്നോട്ടുള്ള പോക്കും ആ രീതിയിലായിരിക്കും സംഘടനയ്ക്ക് വേണ്ടി. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ നമ്മുടെ സംഘടന നിങ്ങൾക്ക് വേണ്ടിയാണ്, സംഘടനയ്ക്ക് വേണ്ടിയല്ല. നിങ്ങൾക്ക് വേണ്ടിയാണ് സംഘടന. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാദേശികമായിട്ട് പഞ്ചായത്തുമായിട്ടൊരു പ്രശ്നം, അല്ലെങ്കിൽ പൊല്യൂഷന്റെ ഒരു പ്രശ്നം, പൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞ് കത്ത് തന്നാൽ അത് ആ വിഷയത്തിൽ സംസാരിക്കാനാണ് സംഘടന. നിങ്ങൾക്ക് ലോണുകൾ കിട്ടുന്നില്ല ബാങ്കിന്റെ, ആ വിഷയം സംസാരിക്കാനാണ് സംഘടന. സർക്കാരിന്റെ മറ്റു പല ആനുകൂല്യങ്ങളെ കുറിച്ച് അറിയിക്കാനാണ്. നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ച് അതെല്ലാം കിട്ടുന്ന അറിയിക്കാനാണ് സംഘടന ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ നിലയിൽ സംഘടനയെ നിങ്ങൾ കാണണം. അതുപോലെ തന്നെയാണ് ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ഗ്രൂപ്പില് നമ്മുടെ ഒരു മെമ്പർ 7000 തേങ്ങ കൊണ്ടുവന്ന് ആട്ടി വെളിച്ചെണ്ണയാക്കുന്നു, അദ്ദേഹം എള്ളെണ്ണയാക്കുന്നു, പർച്ചേസ് ചെയ്യുന്ന ഗ്രൂപ്പിലുണ്ട്. ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ സാധനം പർച്ചേസ് ചെയ്യാൻ ഓർഡർ കൊടുക്കും. നമുക്ക് വേണ്ട അത്തരം കൂട്ടായ്മകളാണ്. നിങ്ങൾ പലരും പല കച്ചവടക്കാരായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുന്നു അറിയണം. എന്ത് ചെയ്തിട്ട് എനിക്ക് സിമെന്റ് വാങ്ങിച്ചിട്ട് നമ്മുടെ മെമ്പർ സിമെന്റ് കച്ചവടക്കാരനെ അയാൾ വാങ്ങിക്കണം, അതല്ല ഇലക്ട്രിക്കൽ പ്ലംബിംഗ് അത്ര എല്ലാം ആയിട്ടുകൊണ്ടിട്ട് പെരിയാറിൽ പോയി വാങ്ങിക്കണം. ആ നിലയ്ക്ക് നമ്മുടെ പരസ്പരമുള്ള ആ ഒരു കൂട്ടായ്മയാണ് സംഘടനകളുടെ ഏറ്റവും വലിയ ഗുണം. അത് നമ്മൾ പ്രാവർത്തികമാക്കണം. വിസിറ്റിംഗ് കാർഡ് അടിക്കുന്ന സ്ഥലമുണ്ടാവും, സീലുണ്ടാക്കുന്ന ആളുണ്ടാവാം. ഇതൊക്കെ നമ്മുടെ ആളുകൾക്ക് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി ഈ ഗ്രൂപ്പിൽ കൂടി അറിഞ്ഞ് നമ്മൾ ആ നിലയ്ക്കുള്ള കൂട്ടായ്മയായിട്ട് ഈ സംഘടനയെ മാറ്റണം. ഇതിൽ മാത്രമേ സംഘടന മുന്നോട്ട് പോകുള്ളൂ. അതുപോലെ ആലുവ താലൂക്കിൽ 10 പഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റി ഉണ്ട്. നമുക്ക് ഈ 10 പഞ്ചായത്ത് എടുക്കുമ്പോൾ അവിടെ ജനസംഖ്യ എത്ര കച്ചവടക്കാരുണ്ട്. അപ്പൊ അതിൽ നിന്നും 10 പഞ്ചായത്തിൽ നിന്ന് 10 പേര് വെച്ച് വന്നാൽ 100 പേരായി. അതുപോലെ മുനിസിപ്പാലിറ്റി, ആലുവ മുനിസിപ്പാലിറ്റി വിശാലമായ മുനിസിപ്പാലിറ്റിയാണ്. പിന്നെ ഇന്നലെ നമ്മുടെ സ്റ്റേറ്റിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മുടെ സംഘപരിവാർ സംഘടനകളെല്ലാം ചേർന്നിട്ട് ഇപ്പോ കേരളത്തെ ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ലഹരി. ആ ലഹരിക്കെതിരെ നമ്മുടെ പരിവാർ സംഘടനകളും നമ്മളെല്ലാം മുൻകൈയെടുത്തിട്ട് വ്യാപാര മുൻപത്തിലുണ്ടാവുന്ന പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ വലിയ പ്രോഗ്രാംസ് വരാൻ പോകുന്നു, അതിൽ നമ്മൾ അറിയിക്കുമെങ്കിലും അത്തരം പ്രോഗ്രാമുകളെല്ലാം നമ്മൾ മുൻപിൽ നിൽക്കണം. ലഹരി നമ്മുടെ കേരളത്തിലെ യുവതലമുറയെ മൊത്തമായി നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിന് മാറ്റാനുള്ള ശ്രമം
നമ്മൾ അറിഞ്ഞ് ചെയ്യണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള സ്കൂളിലെ കുട്ടികൾ, സമൂഹത്തിലെ ആളുകളെ, ഇവരെല്ലാം അത്തരം ലഹരിയിൽ നിന്ന് മുക്തമാക്കാനുള്ള ആ ശ്രമത്തിലും നമ്മൾ പങ്കാളിയാവണം. ആ നിലയ്ക്ക് സംഘടനയ്ക്ക് ഉദ്ദേശമുണ്ട്, സമൂഹത്തിൽ നന്നാക്കാനുള്ള ഉദ്ദേശമുണ്ട് സംഘടനയ്ക്കുണ്ട്. ഇത്രയും കാര്യങ്ങളെ ചുരുക്കമായിട്ട് ഞാൻ പറയുന്നത്, കാരണം സമയ പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ഈ സമ്മേളനങ്ങൾ നടക്കുന്നത് സംഘടനയ്ക്ക് വേണ്ടി അല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ചും നിങ്ങളുടെ കൂട്ടായ്മയെ അറിയിക്കാനും സംഘടന എല്ലാവർക്കും അറിയിക്കാനുള്ള സമ്മേളനമാണ് നടക്കുന്നത്. ഈ സമ്മേളനത്തിന് എല്ലാവരും ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.